ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ്ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. ഏറ്റവും കൂടുതൽ ജോബുകൾ വരുന്നത് UAE ബേസിലാണ്. കാരണം ഞാനിവിടെ UAE ആയതുകൊണ്ടാണ്. പിന്നെ ഖത്തർ ജോബ് വേക്കൻസികൾ നമുക്ക് വരാറുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ ജോബ് വേക്കൻസികൾ വരാറുണ്ട്. അത് വളരെ കുറവായിട്ട് നമുക്ക് വരാറുള്ളൂ. കാരണം കണക്ഷൻസ് ഞാൻ ഒത്തിരി ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിനുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നമ്മൾ ഇന്നും പതിവ് പോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒത്തിരി ജോബ് വേക്കൻസികൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിനകത്തേക്ക് അതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ CV അയച്ചു കൊടുക്കുക. CV അയച്ചു കൊടുത്തിട്ട് അവർ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. വാട്സപ്പ് വഴിയാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള മെയിൽ ഐഡിയിൽ നിങ്ങളുടെ CV മെയിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഒത്തിരി ആളുകൾ പറയുന്നുണ്ട്, പല ആളുകളും നമ്മളോട് പൈസ ചോദിക്കുന്നുണ്ട്. പൈസ ചോദിക്കുന്ന ഒരു നമ്പറിൽ നിന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ CV അയക്കുന്ന ആരിലും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് വേറെ ജോബിനായിട്ട് കാത്തിരിക്കാം. കാരണം ഞാൻ അറിയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നതൊക്കെ വിസ ഫ്രീ ജോബ് വേക്കൻസികളാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അവർക്ക് അലൗഡ് കൊടുക്കുന്നത്. നമ്മുടെ ജോബ് കഴിഞ്ഞിട്ടുള്ള വെറും ഒഴിവ് സമയത്ത്, അതായത് നമുക്ക് ഒരു 12 മണിക്കൂർ ജോലി ചെയ്ത് അതിൻ്റെ ഒഴിവ് സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതേപോലുള്ള കാര്യങ്ങൾക്കായിട്ട് ആളുകളെ സഹായിക്കാനായിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ, നമുക്കിതിന് പണം മുടക്കൊന്നുമില്ലല്ലോ, നമ്മൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനു വേണ്ടി മുതിരുന്നതും ഇതിനു വേണ്ടിയിട്ട് മാക്സിമം പരിശ്രമിക്കുന്നതും എൻ്റെ നല്ലവരായ കുറേ ഫ്രണ്ട്സിൻ്റെയൊക്കെ അവരുടെയൊക്കെ ദയ കൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഇത്രയും ജോബ് വേക്കൻസികൾ, ഏറ്റവും കൂടുതൽ ജോബ് വേക്കൻസികൾ ഇടാൻ കഴിയുന്നതും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതും. നമ്മൾ ഒത്തിരി പേർക്ക് ജോബ് മേടിച്ച് കൊടുക്കാൻ കഴിയുന്നതൊക്കെ അതിൻ്റെ ഒരു വളരെയേറെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഒന്നാമത് നമ്മളൊക്കെ ഈ ഒരു തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ, ഇപ്പോൾ എൻ്റെ പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇതിലും എന്നേക്കാൾ മുതിർന്നവരാണെങ്കിലും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരാണെങ്കിലും ഒക്കെ ഒഴിവ് സമയങ്ങളിൽ മൊബൈൽ ഫോണിൽ മറ്റെന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് നമ്മളൊക്കെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ അറിയാവുന്നത് കൊണ്ട്, ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ജോലി അത്യാവശ്യമായതുകൊണ്ട് നമുക്കതൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, നമ്മുടെ ഒഴിവ് സമയത്ത് ഇതിനായിട്ട് നമ്മൾ കണ്ടെത്തുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒഴിവ് സമയം എന്ന് പറയാനില്ല, 24 മണിക്കൂറും എനിക്കിപ്പോൾ വർക്കാണെന്ന് വേണം പറയാൻ. ആകെ ഒരു 24 മണിക്കൂർ തികയുന്നില്ല. ഒരു 4-5 മണിക്കൂർ മാത്രമാണ് ഞാൻ ഉറങ്ങാറുള്ളത് ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് 3 മാസം കൊണ്ട് നമ്മൾ ഒരു 10-30 പേർക്കെങ്കിലും ജോലി മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമാണ്. അതായത് ഞാനിപ്പോൾ ഈ ചാനലിൽ ജോബ് വേക്കൻസി ഇടാൻ തുടങ്ങിയിട്ട് ആകെ 3 മാസമായിട്ടുള്ളൂ. ഒത്തിരി ആളുകൾക്ക് ജോബ് മേടിച്ചു കൊടുക്കാൻ പറ്റി. എൻ്റെ സ്ഥാപനത്തിനും കുറച്ച് പേർക്ക് ജോബ് മേടിച്ചു കൊടുക്കാൻ പറ്റി. അതേപോലെ തന്നെ മറ്റെൻ്റെ സുഹൃത്തുക്കളുടെ സ്ഥാപനത്തിലൊക്കെ 10 പേർക്കൊക്കെ ഒരുമിച്ച് ജോബ് മേടിച്ചു കൊടുക്കാൻ പറ്റി. ഇതെല്ലാം നമുക്ക് കേൾക്കുമ്പോണ്ടല്ലോ. അതേപോലെ ഇതിന് മുന്നേ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ ഇതൊക്കെ നമ്മൾ ഇതുവഴി തന്നെ അറിയിച്ചിട്ട് പലരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ മേടിച്ചു കൊടുത്തത്. അതേപോലെ തന്നെ ഞാൻ അറിയാതെ തന്നെ അല്ലാണ്ട് നമ്മുടെ വാട്സപ്പിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക്, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുന്ന ജോബ് വേക്കൻസികൾക്ക് നമുക്കറിയാത്ത നമ്പറുകളിലൊക്കെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ ജോബ് കിട്ടുന്നുമുണ്ട്. അതൊക്കെ അറിയിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം 3 മാസം കൊണ്ട് ഒരു 10-30 കുടുംബത്തിന് നല്ല ഒരു വഴി നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റിയല്ലോ. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. ബാക്കി വിമർശിക്കാവുന്നവരെല്ലാം വിമർശിച്ചോട്ടെ, പക്ഷേ എൻ്റെ മനസ്സിന് സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കല്ലേ അറിയുള്ളൂ. കാരണം ഒരു കുടുംബത്തിനെങ്കിലും ഒരു ചെറിയ വഴി നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ ആ കുടുംബത്തിൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് അത് വലിയൊരു ദൈവസഹായമാണ്. ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരനാണെങ്കിലും ഏത് വലിയ പണക്കാരനാണെങ്കിലും നമ്മൾ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരാളെ വിളിക്കുള്ളൂ, ദൈവമേ എന്നുള്ളൊരു വിളിയാണ്. ആ വിളിയിൽ അവരുടെ പ്രാർത്ഥനയിൽ നമ്മളെയും കൂടി ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടല്ലോ, അതിന് കിട്ടുന്ന ഒരു അനുഗ്രഹം അതൊരു വലിയ സംഭവമാണ്. കാരണം നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ലോകത്ത് ഉണ്ടാകാൻ പോലും സാധ്യതയില്ലാതിരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ചില ഇതിൻ്റെയൊക്കെ ഒരു കാരണം കൊണ്ടായിരിക്കാം പല കുടുംബങ്ങളിലും പല ആളുകളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകാം. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഒരു പ്ലസ് പോയിന്റാണ്. എന്നെ സംബന്ധിച്ച് അത് വളരെയേറെ പ്ലസ് പോയിന്റാണ്. എല്ലാവർക്കും പല രീതിയിലായിരിക്കും ഒരു സന്തോഷം സമാധാനമൊക്കെ അവനവൻ്റെ ജീവിതത്തിൽ കണ്ടെത്താൻ പറ്റുക. പക്ഷേ എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലായിട്ട് ഒരു സംസാരിക്കുന്ന ആളാണ്. അതായത് നല്ല രീതിയിൽ എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ മിങ്കിളായിട്ട് നല്ലൊരു ഫ്രണ്ടിനെ പോലെ നിന്ന് സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഒരാളുടെ വിഷമം കേൾക്കാനും അല്ലെങ്കിൽ സങ്കടം കണ്ടാലും എനിക്ക് ഭയങ്കര വിഷമം തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ എനിക്ക് പൈസ എടുത്ത് കൊടുത്ത ഒരാളെ സഹായിക്കുന്നതിന് പരിധികളുണ്ടാവും. നമുക്കൊക്കെ കിട്ടുന്ന തുച്ഛമായ സാലറിയിൽ നിന്നൊക്കെയാണ് നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകുന്നതും നമ്മുടെ അടക്കം കടങ്ങളൊക്കെ വീടി പോകുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് അല്ലാണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റും, നമ്മുടെ ബന്ധങ്ങൾ വെച്ച് നമുക്കൂടെ സഹായിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഈ ചാനൽ വഴി നമ്മൾ ഇത്രയേറെ ആളുകൾക്ക് ജോബ് മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റിയത്. അതുകൊണ്ട് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ കളയുന്ന സമയം എന്ന് നമുക്ക് പറയാൻ ഇപ്പോൾ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം.
ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആണ് ഇപ്പോൾ ലൈഫിൽ. ഞാൻ ജീവിതത്തിൽ ഇത്രയേറെ എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു സമയം ഉണ്ടായിട്ടില്ല. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാ ഈ ചിന്ത മാത്രമല്ല ഏത് രീതിയിലാണ്, അതായത് ഒരാൾക്കൊരു ജോലി മേടിച്ചു കൊടുക്കാൻ വേണ്ടി പലരായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ജോബ് വേക്കൻസികൾ എവിടെയെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും കണ്ടെത്തി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചിന്ത മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ജോബിൻ്റെ സമയത്താണെങ്കിൽ പോലും നമുക്കതാണ് ചിന്ത. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിൽ വരുന്ന ജോലികൾ നിങ്ങളെ അറിയിക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെ അവിടെ അറിയിക്കുന്ന ജോബ് വേക്കൻസികളൊക്കെ നിങ്ങളോട് അറിയിക്കാനൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ അത്രയും ചാൻസ് ഉള്ള ജോബ് വേക്കൻസിയാണ്. പക്ഷേ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ കുറച്ചൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ വേണമെന്ന് മാത്രം. അല്ലാത്തവർക്ക് കിട്ടുന്ന ജോബ് വേക്കൻസികൾ നമ്മൾ അറിയിക്കാറുണ്ടല്ലോ ഒത്തിരി നമ്മുടെ ചാനൽ വഴി. അപ്പോൾ അതിൽ കാണുന്ന നമ്പറുകളിൽ, അല്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അവർ റിപ്ലൈക്കായിട്ട് കാത്തിരിക്കുക. അവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ വോയിസ് മെസ്സേജ് ജോലി സംബന്ധമായിട്ടുള്ളത് മാത്രം ഇട്ട് കൊടുക്കുക. നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും പറയാണ്ടിരിക്കുക. ഓക്കെ ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളും കൂടി എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് നമുക്ക് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവർക്കും ജോലി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. ഓക്കെ ബൈ, താങ്ക് യു.